എന്താ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണാനാണ് ഉദ്ദേശം? നടക്കില്ല. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നിട്ട് കാണുക. അപ്പം ഞാനെങ്ങനെ ക്ലോത്തിങ് ബ്രാൻഡിലേക്ക് വന്നേ, ഞാനെങ്ങനെ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. ഐ തിങ്ക് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കത് ആഗ്രഹമുണ്ട്, അവർക്കത് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യാനുള്ളത്. പിന്നെ ചില ആൾക്കാരുണ്ട്, അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തോ അതേപോലെ അവർക്കും ചെയ്യണം. അപ്പം ഇതിന്ന് എനിക്ക് 10 രൂപ കിട്ടുന്നുണ്ടോ, അപ്പോൾ അവർക്കത് കൊള്ളാലോ, ഇവൾക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും അവർക്കും ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഇവൾക്കതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടൂലോ എന്നുള്ളത്. അപ്പം ഇതിൻ്റെ പിന്നിൽ നമ്മളത്രയും ചത്ത് പണിയെടുക്കുന്നത് ആരും കാണുന്നില്ല. അപ്പം ഞാൻ എങ്ങനെ ഇതിലേക്ക് എത്തി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പൊതുവേ എനിക്ക് എന്താ പറയുക, ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ബിസിനസ്സും ചെയ്യണമെന്ന് ഭയങ്കര കാര്യം മീൻസ് എന്താ പറയുക, അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ടാകും. നമ്മളൊരാളുടെ എല്ലാവർക്കും, എനിക്ക് തോന്നുന്ന ഒരുവിധം എല്ലാവർക്കും ബിസിനസ് ചെയ്യുന്നതിലായിരിക്കും താല്പര്യം. അപ്പം അങ്ങനെ കഴിഞ്ഞ ഓണത്തിൻ്റെ ആ ഒരു സമയം മുതലേ ഞാനങ്ങനെ നമ്മളെന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ ആക്ച്വലി മറ്റേ ബാംഗ്ലൂരൊക്കെ പോയിട്ട് കുറച്ച് നമ്മുടെ ഓക്സിഡൈസ്ഡ് ടൈപ്പ് ജുംക്കാസും അങ്ങനത്തെ ഇയറിങ്സും മാത്രം വെച്ച് ആ ഒരു ഇത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അപ്പോൾ എനിക്കന്ന് പോയി പർച്ചേസ് ചെയ്യുന്ന ഒരു അത്രയും ഇതുണ്ടായിരുന്നില്ല. ആൻഡ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറേ നോക്കി. അപ്പോൾ എന്തൊക്കെയോ സാഹചര്യങ്ങളുടെ ഓരോ കാരണങ്ങളുകൊണ്ട് അതിങ്ങനെ മാറിപ്പോയി. നീണ്ടു പോയിട്ട് ഞാൻ ഒരു ദിവസം ഈ ഒരു ഒക്ടോബർ സമയമൊക്കെ ആകുമ്പോഴേക്കും, ഒക്ടോബറിന് മുന്നേയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ റീല് കാണുന്ന ഇടയിൽ ഇന്ത്യ മാർട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ മാർട്ടിനെ പറ്റി കേട്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ പറയുക, ഇന്ത്യ മാർട്ട് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് നോക്കി. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതേപോലെ അങ്ങനെ ഓരോന്ന് കണ്ടിട്ട് ഞാൻ ഓരോ ഹോൾസെയിലേഴ്സിനെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എമൗണ്ടും എൻ്റെ എമൗണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം നമ്മളതിലേക്ക് എനിക്കറിയില്ല. കാരണം ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാൾ തുടങ്ങുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർ വാങ്ങിക്കാനും ഓഡിയൻസ് ഉണ്ടാവും. അപ്പോൾ 8-10 അറിയാത്ത എന്നെപ്പോലുള്ള ഒരാൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് വാങ്ങാൻ, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അത്രയും വലിയൊരു എമൗണ്ട് ഇടാതെ ഒരു ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് തുടങ്ങാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനെ ഞാനത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നോക്കി. അങ്ങനെ ലാസ്റ്റ് എനിക്കൊരു റീസെല്ലറെ കിട്ടി, ഒരു ഈ പറയുന്ന പോലെ ഇയറിങ്സിൻ്റെ തന്നെ. പക്ഷേ അവർ റേറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരുപാട് റേറ്റ് ഉണ്ടായിരുന്നു ഓരോ പ്രൊഡക്റ്റിനും. അപ്പോൾ അതെനിക്ക് ഇവിടുന്ന് റീസെല് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര, നമുക്കത്ര അഫോർഡബിൾ ആണോ എന്ന് വെച്ചാൽ അല്ല. അപ്പോൾ ഞാൻ രാത്രി ഇരുന്നിട്ട് ഇതേപോലെ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ഞാൻ ഇതെല്ലാം സെലക്ട് ചെയ്ത് ഏകദേശം പേയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വരെ എത്തി. പേയ്മെൻറ്റ് ചെയ്യാം, ഞാൻ ഒരു പ്രൊസീജിയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ തിങ്ക് ചെയ്തു. ഇനിയിപ്പോൾ നാളെ അവരുടെ അടുത്ത് ഒന്നും കൂടെ ചോദിച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കിഴിവ് കിട്ടിയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു വിലയ്ക്ക് കുറച്ച് കുറവുണ്ടായാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിക്കാം, എന്നിട്ട് പേയ്മെൻറ്റ് കൺഫേം ചെയ്യാം, എന്നിട്ട് അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഞാനത് മാറ്റി. പിന്നെ ആ കളക്ഷൻ എനിക്ക് അത്രയും 100% ഓക്കെ ഒന്നും ആയിരുന്നില്ല. എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അത് ഞാൻ ആലോചിച്ചു, എനിക്ക് ആ വിലയ്ക്ക് അത്രയും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് ഞാനൊന്ന് ആലോചിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടെ നോക്കിയിട്ട് ഞാൻ മാറി. അപ്പം തന്നെ ഞാനത് ബേക്കടിച്ച് ഞാൻ കുറച്ച് സാരീസ് നോക്കാൻ തുടങ്ങി. അപ്പോൾ സാരീസ് എനിക്ക് നോക്കുക കമ്പാരിറ്റീവ്ലി എനിക്ക് കമ്മലും കാര്യങ്ങളൊക്കെ ഇടുന്നതിനെക്കാട്ടിലും, അല്ലെങ്കിൽ ഞാൻ അത് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് സെലക്ഷനും തോന്നി, റേറ്റും അഫോർഡബിളാണ്. ആൻഡ് ഞാൻ കുറച്ചും കൂടെ നോക്കാൻ തുടങ്ങി. ഇപ്പോൾ കുർത്താസ് നോക്കാൻ തുടങ്ങി, കമ്മലല്ല കുർത്താസ്, ടോപ്സ്, ജീൻസിൻ്റെ ടോപ്സ്, അങ്ങനെയൊക്കെ ഓരോന്നും നോക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കളക്ഷൻസും എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളത് അതായിരിക്കും. പിന്നെ പൊതുവെ എനിക്ക് ഡ്രസ്സ് ഇഷ്ടമായതുകൊണ്ടാണോ എന്തെന്ന് അറിയില്ല, എനിക്ക് ആ ഒരു ഇത് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ റീസെല്ലറെ വിളിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി ലോഗോ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടീമിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ആ ലോഗോ ഭയങ്കര എന്താ പറയുക, സ്പെസിഫിക് ആയിട്ട് ഇയറിങ്സ് മാത്രം എന്നുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനായിരുന്നു ഉദ്ദേശം. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ അത് മാത്രമായിട്ട് ചെയ്യണ്ട, എനിക്കിങ്ങനെ കുറച്ചൊരു ചേഞ്ച് ചെയ്യും ഞാൻ ചിലപ്പോൾ, അതുകൊണ്ട് അത് മാത്രമായിട്ട് ചെയ്യേണ്ട, കോമൺ ആയിട്ട് ഒരു ഇതിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാനിട്ട് ലോഗോ മാറ്റി. അപ്പോൾ എനിക്ക് റീസെല്ലറെ വിളിച്ചപ്പോൾ എനിക്ക് ഡ്രസ്സ് കുറച്ചും കൂടി ഇഷ്ടമായപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഞാൻ ശരിക്കും നമ്മുടെ ഈ ദിവയിലേക്ക് എത്തിയതും അതൊരു ഡ്രസ്സിൻ്റെ ഒരു ക്ലോത്തിങ് ബ്രാൻഡാക്കിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ. അപ്പോൾ മേ ബി ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. സംതിങ് നമ്മുടെ എൻ്റെ എന്തെങ്കിലും ഇതുവരെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് അങ്ങനെ വന്നിട്ടുള്ളൂ. ആൻഡ് ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മളറിയാണ്ട് പോലും നമുക്ക് ഇപ്പോൾ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് നമ്മളറിയാണ്ട് പോലും നമുക്കത് വേണ്ടാന്ന് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ജ്വല്ലറി അങ്ങനെയാണ്. ബിക്കോസ് ഞാൻ എല്ലാ കാര്യങ്ങളുകൊണ്ടും അങ്ങനെ സ്പെസിഫിക്കേഷൻ എടുത്ത് ഈ ഒരു ഐറ്റം മാത്രമേ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച് ഇരുന്നിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ഒരു രാത്രി കൊണ്ട് മാറണമെന്നുണ്ടെങ്കിൽ സംതിങ് എനിക്കുള്ളതായിരിക്കില്ല ചിലപ്പോൾ ആ ഫീൽഡ്. എൻ്റെ ഫീൽഡ് ചിലപ്പോൾ ഡ്രസ്സിൻ്റെ തന്നെ ആയിരിക്കാം. കാരണം ഡ്രസ്സ് എനിക്ക് ഇഷ്ടവും പാഷനും ആയതുകൊണ്ട് തന്നെ മേ ബി എനിക്ക് എന്താ പറയുക എൻ്റെ ഇതായതുകൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനെയൊക്കെ വന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ദൈവം അനുഗ്രഹിച്ച് എനിക്കിപ്പോഴും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് സെയിൽസും കാര്യങ്ങളും ഉണ്ട്. മുന്നോട്ട് പോട്ടെ. ഇപ്പോൾ കുറേ പേര് എന്താ പറയുക ചോദിക്കുന്നുണ്ട് എങ്ങനെയാ എന്താ അവിടെ ഡയറക്റ്റ് പോയിട്ടാണോ? ഒന്നുമല്ല. എനിക്ക് 23 വയസ്സിൽ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റും. ഞാൻ എന്താ പറയുക നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തത്. നമ്മൾ ഹോൾസെയിലർ കണ്ടുപിടിക്കാനാണെങ്കിലും സ്റ്റോക്ക് എടുക്കാനാണെങ്കിലും നമ്മൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഞാൻ ഇത്രയും ചെയ്തത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ഞാൻ അധികം എമൗണ്ട് ഇട്ടിട്ടുമല്ല ചെയ്തത്. നമുക്ക് പണിയെടുക്കാനുള്ള മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. നല്ലോണം പണിയെടുക്കണം. നല്ലോണം പറഞ്ഞാൽ നല്ലോണം പണിയെടുക്കണം. എന്നാൽ മാത്രമേ കുറച്ചും കൂടി ഗ്രോത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ പുറമേ ഇരിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇതൊക്കെ സിമ്പിളാണ് എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ആരടുത്തും പറയാണ്ടിരിക്കുക എനിക്കിങ്ങനെ ചെയ്യണം എന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കിട്ട് നിങ്ങൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഞാനും അല്ലെങ്കിൽ നമ്മളിതിപ്പോൾ എന്തെങ്കിലും കേസിൽ ഇത് ഡിലേ ആയി വരികയാണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കാം എന്തായി എങ്ങനെയായി. എനിക്ക് അങ്ങനത്തെ ചോദ്യങ്ങളോട് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളതിന് റെസ്പോൺസിബിളാണ് ആൻസർ ചെയ്യുക. നമ്മളത് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ. പറഞ്ഞില്ല എന്നുള്ളൊരു കുറ്റം ഉണ്ടാവുള്ളൂ. നമ്മളത് ചെയ്തില്ല എന്നുള്ളൊരു ചെയ്യാൻ ഡിലേ അങ്ങനെയൊന്നും ആരും അറിയുന്നില്ലല്ലോ. ഞാൻ പേഴ്സണലി എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. അത് ചെയ്തിട്ട് ആരെങ്കിലും കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം. അതല്ലേ അതിൻ്റെ ശരി. ചെയ്യാനും ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിലേ ആക്കാണ്ടിരിക്കുക. മാക്സിമം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയി കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. അപ്പം നിങ്ങൾ ഇതും എൻ്റെ ഒരു പുതിയ എന്താ പറയുക ഇതാണ്. അപ്പോൾ വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയും കാണരുത്. പ്ലീസ് ഒരു സബ്സ്ക്രൈബ് അല്ലേ ചെയ്തേക്കണേ.